കാലടി സർവകലാശാലയിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. 4 കൈയുള്ള നരേന്ദ്രമോദിയുടെ ചിത്രത്തിൽ പതിവ് പോലെ ഒരു കൈയിൽ ശൂലവും ഭ്രൂണവുമൊക്കെയുണ്ട്. ഈ ഫ്ലെക്സ് വെച്ചത് ആരാണെന്നറിയില്ലെങ്കിലും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് BJPക്കാർ നടത്തിയ പ്രതിഷേധം SFIയുമായി കയ്യാങ്കളി വരെയെത്തി. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജ്യത്തിന് ഒരു അപകടം സംഭവിക്കുമ്പോൾ മതവും രാഷ്ട്രീയവും മറന്ന് ഒരുമിച്ച് നിന്ന് പോരാടുന്നതിനു പകരം ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനം ഈ സമയത്ത് നടത്തുന്നത് ഒട്ടും നല്ലതല്ല. ഇന്ത്യ നരേന്ദ്രമോദിയുടെ സ്വന്തമല്ല, ഓരോ പൗരന്റെയും സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് ഒരു അപകടം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കുന്നതിനു പകരം പിന്നിൽ നിന്നും കുത്തുന്നത് രാജ്യദ്രോഹമാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യയെക്കാൾ ഭേദം പാകിസ്ഥാനാണ്. ഒന്നുമില്ലെങ്കിലും തങ്ങളുടെ രാജ്യത്തിനൊരു അപകടം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി നിൽക്കും, അല്ലാതെ ഇന്ത്യയിലെ കുറച്ച് ആൾക്കാരെ പോലെ പിന്നിൽ നിന്നും കുത്തുകയില്ല. എന്തായാലും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതിനാൽ കാലടി സർവകലാശാലയ്ക്കുള്ളിൽ പച്ചയെ പ്രണയിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീഹാർ ജയിലിൽ ഒരു സീറ്റ് ലഭിക്കുന്നതായിരിക്കും.